അനുഗ്രഹം പ്രാപിക്കുന്നത് എന്ന് പ്രാർത്ഥനയെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം ആധാരമാക്കി അതിനകത്ത് ഉള്ള 4 പ്രാർത്ഥനകളും ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ അധ്യായത്തിൽ 4 പ്രാർത്ഥനകളുണ്ട്. ഒന്ന്, സാധുവായ വിധവയുടെ ന്യായാധിപനോടുള്ള അപേക്ഷ. 2, പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന. 3, ഒരു ധനവാനായ ചെറുപ്പക്കാരൻ നിത്യജീവന് വേണ്ടി ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രാർത്ഥന. അവസാനമായി വഴിയിലിരിക്കുന്ന കുരുടൻ വിളിച്ചപേക്ഷിക്കുന്ന ഒരു അപേക്ഷ. 4 പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകളിൽ നിന്ന് ദൈവമക്കളായ ഞാനും നിങ്ങളും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അനുഗ്രഹ മുറിയിൻ പൂട്ടുകൾ താനേ തുറപ്പാൻ നമ്മൾ സാധാരണ പാടാറുള്ളൊരു പാട്ടാണ്. ഞാൻ വൈറ്റിൽ പ്രസംഗിച്ച ആ വിഷയം നിങ്ങൾ സംബന്ധിച്ചവർ ഓർക്കുന്നുണ്ടായിരിക്കും. സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറക്കണമെന്ന്. സ്വർഗത്തിൻ്റെ വാതിലിന് പുറത്തുനിന്ന് നല്ല പൂട്ട്. ലോക്ക് ഈസ് ഇൻ ദി ഇൻസൈഡ്. അതുകൊണ്ട് ദൈവം തുറന്നെങ്കിലേ അത് തുറക്കത്തുള്ളൂ. അത് തുറക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഇന്ന് വെച്ചിരിക്കുന്ന ഒരൊറ്റ വഴിയേ ഉള്ളൂ, പ്രേയർ. ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അതീവ ശക്തിയുള്ള ഒരു ആയുധമാണ് പ്രാർത്ഥന. എന്നാൽ വളരെ വിരളമായി ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ വേദഭാഗത്ത് നിന്ന് ആധുനിക സഭയ്ക്കും തലമുറയ്ക്കും കുടുംബങ്ങൾക്കും നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്കും ആവശ്യമായിരിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടെ ഇരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഒരു വാക്യം ഞാൻ വായിക്കട്ടെ, വളരെ പരിചിതമായിട്ടുള്ള വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ല. തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ എല്ലാവരെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല. വൃതന്മാരെന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു ഭാഷയാണ്, ഒരു പദം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ മലയാള പുസ്തകം വളരെ പരിമിതമായിട്ട് മറ്റു പുസ്തകങ്ങൾ വായിക്കാറുള്ളൂ. എങ്കിലും ഞാൻ വായിച്ചിട്ടുള്ള ഒരു സ്ഥലത്തും വൃതൻ എന്നൊരു പദം കേട്ടിട്ടില്ല. വേർതിരിക്കപ്പെട്ടവൻ, ചോസൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് തിരുവചനത്തിലാണ് അതിന് മുഖ്യ സ്ഥാനമുള്ളത്. അതുകൊണ്ട് മാത്രമായിരിക്കാം വേദപുസ്തകത്തിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. പല രീതിയിൽ വൃതന്മാർ, വേർതിരിക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 1 പത്രോസ് 1-ന്റെ 2-ാമത്തെ ചിതറിപ്പാർക്കുന്ന വൃതന്മാർ, സ്കാറ്റേർഡ് സെയിൻസ്. അപ്പോസ്തലനായ പത്രോസ് ലേഖനം എഴുതുമ്പോൾ ചിതറിപ്പാർക്കുന്ന വൃതന്മാർക്ക് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പരദേശത്ത് ആസ്യയിലൊക്കെയും ചിതറിപ്പാർക്കുന്ന വൃതന്മാർ എന്ന് മാത്രമല്ല, യെശയ്യാ പ്രവചനം 42-ാമത്തെ അധ്യായത്തിൽ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ എന്നൊരു പദപ്രയോഗമുണ്ട്. എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എന്നുള്ള രീതിയിൽ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വിധത്തിൽ പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തെക്കുറിച്ച് കർത്തൃദാസൻ പൗലോസ് തുടിയൻ ഒരു പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകുന്ന വൃതന്മാർ. തീയുടെ ശോധനയിൽ കൂടെ, അഗ്നിയുടെ ശോധനയിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ മക്കൾ. വൃതൻ എന്ന് പറയുമ്പോൾ ദി ചോസൻ, ദി സെപ്പറേറ്റഡ് വൺ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിലവിളിക്കുന്ന വൃതന്മാർ, അവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് വല്ലപ്പോഴും നിലവിളിക്കുന്നവരല്ല, രാപ്പകൽ നിലവിളിക്കുന്ന വൃതന്മാർ. അപ്പോൾ വൃതന്മാർ ചിതറിപ്പാർക്കുന്നവരുടെ കൂട്ടത്തിലാണ്, ദൈവം താങ്ങുന്നവരുടെ കൂട്ടത്തിലാണ്, അഗ്നിശോധനയിൽ കൂടെ പോകുന്നവരുടെ കൂട്ടത്തിലാണ്. എന്ന് മാത്രമല്ല, വൃതന്മാർ എന്ന് പറയുന്നവർ രാപ്പകൽ നിലവിളിക്കുന്നവരാണ്. ദൈവമക്കളെ തിരിച്ചറിയുന്ന ഒരു വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭക്തന്മാരുടെ കണ്ണുകൾ പലപ്പോഴും നിറഞ്ഞ കണ്ണുകളാണ്. കർത്താവ് നിശ്ചയമായും കരയുന്നവരോടുകൂടെ കരഞ്ഞവനും ചിരിക്കുന്നവരോടുകൂടെ ചിരിച്ചവനുമാണ്. കാരണം കർത്താവ് അത് പഠിപ്പിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ ചെയ്തത് മാത്രമേ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളൂ. തൻ്റെ ജീവിതത്തിൽ അഭ്യസിക്കാത്ത ഒരു കാര്യവും കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ കരയുന്നവരോടുകൂടെ കരഞ്ഞവനാണ് കർത്താവ്, ചിരിക്കുന്നവരോടുകൂടെ ചിരിച്ചവനുമാണ്. എങ്കിലും വേദപുസ്തകത്തിൽ കർത്താവ് ചിരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല.
എന്നാൽ വേദപുസ്തകത്തിൽ ദൈവപുത്രൻ കരഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾക്കൊരു മാതൃക, ഭക്തന്റെ മാതൃക കാണിച്ചു പോയതാണ്. ഈ ലോകത്തിൽ നമുക്ക് ചിരിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ കാര്യം കരയാനാണ്. ദൈവമക്കളായ എനിക്ക് നിങ്ങൾക്കും അനുഭവത്തിൽ അറിയാം, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്നാണ് എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം മുതൽ പറഞ്ഞിരിക്കുന്നത്. ചങ്ങല, ചമ്മട്ടി, കല്ലേറുകൾ, പരിഹാസം, പീഡനങ്ങൾ, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിക്കുകയും ചങ്ങല ധരിക്കുകയും കഷ്ടം അനുഭവിക്കുകയും പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്തിട്ട് ഈ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നത് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അങ്ങനെയാണ് ഇന്നും. ലോകം അന്നും വിശ്വാസിക്ക് യോഗ്യമല്ല, ലോകം ഇന്നും വിശ്വാസിക്ക് യോഗ്യമല്ല. യോഗ്യമായി തീർന്നിട്ടുണ്ടെങ്കിൽ വിശ്വാസിയാണോ എന്ന് ചോദ്യം ചെയ്യണം. ഞാൻ പലപ്പോഴും അത് പറയാറുണ്ട്. ലോകം അന്നും ഇന്നും ഒരിക്കലും വിശ്വാസിക്ക് യോഗ്യമായിട്ടുള്ളൊരു സ്ഥലമല്ല. ഇത് നമ്മുടെ സ്ഥലമല്ല, ഇവിടെ നാം സ്ഥിരവാസികൾ അല്ല. അക്കരെ നാട്ടിലേക്കുള്ള ദർശനം വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാനാണ് ഇവിടെയുള്ള കഷ്ടത വർദ്ധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ലോകം കണ്ണുനീരിൻ്റെ സ്ഥലമാണ്. അനുഭവത്തിൽ ദൈവമക്കൾക്കറിയാം. കർത്താവ് പറഞ്ഞു, ലോകം നിങ്ങളെ പകയ്ക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ലോകക്കാരല്ലാകിയാൽ ലോകം നിങ്ങളെ പകയ്ക്കും. They will hate you. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ലോകക്കാരുടെ നടുവിൽ ഒരു വിശ്വാസി കടന്നു എന്നാൽ അവർക്ക് നമ്മളോട് ചേരുവാൻ കഴിയത്തില്ല. അവർ നമ്മെ പകയ്ക്കുകയല്ലാതെ സ്വീകരിക്കത്തില്ല. എന്നാൽ ആധുനിക ക്രൈസ്തവ സഭയുടെ വലിയ ശ്രമം ലോകത്തെ കൊണ്ട് നമ്മെ അംഗീകരിക്കുവാനുള്ള ഒരു ശ്രമമാണ്. ദൈവവചനപ്രകാരം വിശ്വാസിയായി ജീവിച്ചാൽ, ഈ ലോകത്തിൽ ദൈവവൈതലായി വേർപെട്ടവനായി ജീവിച്ചാൽ ലോകം വിശ്വാസിക്ക് യോഗ്യമല്ല. ലോകം നമ്മെ കാരണം കൂടാതെ പകയ്ക്കും. അങ്ങനെയാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ദൈവമക്കളെ പകച്ചു എന്ന് പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ കാരണമുണ്ടായിട്ട് പകച്ചതല്ല, കാരണം കൂടാതെ പകച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ പോകുന്ന വിശ്വാസി ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം ഇറ്റ് ഈസ് നോട്ട് ആൻ അൺയൂഷ്വൽ തിങ്. ദ വേൾഡ് വിൽ ഹേറ്റ് യു. തിരുവചനം അങ്ങനെ പഠിപ്പിക്കുന്നു. ഈ ലോകം നമ്മെ പകയ്ക്കും, സ്വന്തക്കാർ നമ്മെ പകയ്ക്കും. ഈ ലോകത്തിനുള്ളവരാണ് അവരെങ്കിൽ നമ്മെ എന്നും അവർ പകയ്ക്കും. രണ്ടാമത് 15:20 പറഞ്ഞിട്ടുണ്ട്, ലോകം നമ്മെ ഉപദ്രവിക്കും. They will persecute you. നമുക്കെല്ലാം ലോകത്തിൻ്റെ പട്ടുമെത്ത വേണം. പോസിബിൾ അല്ല. ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം കർത്താവിൻ്റെ വകയായി, അവൻ്റെ ശിഷ്യനായി, അവൻ്റെ ഡിസൈപ്പിളായി ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ, ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ, ഈ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ, അന്ധകാരത്തിൻ്റെ പ്രഭു വാഴുന്ന ലോകത്തിൽ വെളിച്ചത്തിൻ്റെ രാജാവിൻ്റെ മക്കളായി, വെളിച്ചത്തിൽ ഉള്ളവരായി, ദൈവരാജ്യത്തിൻ്റെ അംശികളായി ഞാനും നിങ്ങളും ജീവിക്കുന്നു എങ്കിൽ ഈ ലോകം നമ്മെ ഉപദ്രവിക്കും, പകയ്ക്കും, നമ്മെ ഉപദ്രവിക്കും. എന്ന് മാത്രമല്ല, 16-ാമത്തെ യോഹന്നാൻ 16:1 പറഞ്ഞു, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടന്മാരാക്കും, പുറത്താക്കും, റിജക്റ്റ് ചെയ്യും. സോ റിജക്ഷൻ ഈസ് ഗോഡ്സ് ചിൽഡ്രൻസ് ഇൻഹെറിറ്റൻസ്. പഴയ കാലം മുതലേ മറ്റുള്ളവർ നമ്മെ തള്ളിക്കളയുക എന്ന് പറയുന്നത് ലോകത്തിൽ ദൈവമക്കളുടെ അവകാശമായി. ഇറ്റ് ഈസ് ദെയർ പോർഷൻ. തള്ളപ്പെടുന്ന അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ? മാറ്റി നിർത്തുന്ന അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ദൈവമക്കളാണ്, കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, ജീവിതത്തിൽ ഒരു സാക്ഷ്യമുള്ളത് കൊണ്ട് സ്വന്തം കുടുംബക്കാർ, സ്വന്തം ദേശക്കാർ, ഒരുമിച്ച് ചേർന്ന് നിന്നവർ, ഒരേ ഓഫീസിലുള്ളവർ നമ്മെ മാറ്റി നിർത്തുന്നു എങ്കിൽ അതിനകത്ത് യാതൊരു കാരണത്താലും ചഞ്ചലപ്പെട്ടു പോകണ്ട. കാരണം അത് ദൈവവചനപ്രകാരം വന്ന് സംഭവിക്കുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് കരയാനുള്ളതേ ഉള്ളൂ.
യോഹന്നാൻ 16:20 പറഞ്ഞു, നിങ്ങൾ വിലപിക്കും. കർത്താവ് പറയുകയാണ്, ഞാൻ പോവുകയാണ്, പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിലപിക്കും, അതേസമയം ലോകം സന്തോഷിക്കും. കർത്താവ് നേരത്തെ പറഞ്ഞു വെച്ച് പോയത് കൊണ്ട് ആശ്വാസമായി. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിലപിക്കും, ലോകം സന്തോഷിക്കും. എന്ന ഒരു കാര്യം കൂടെ അവളോട് ചേർത്തു, എന്നാൽ നിങ്ങളുടെ വിലാപം സന്തോഷമായിട്ട് തീരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രത്യാശയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചാ പോയത്. എങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും കരച്ചിലിൻ്റെ നാളുകൾ ധാരാളമുണ്ട്. എപ്പോഴും കഷ്ടതകൾ, വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. കഷ്ടമേറെ ഉണ്ടിഹേ കണ്ണുനീരിൻ താഴ്വര, പഴയ ഒരു പാട്ടാ കേട്ടോ. നഷ്ടമല്ലിതൊക്കെ ഏറ്റ് സ്വർഗഗേഹം പൂകിടാം. പലരും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ, നിന്നെ ഇത്രയും അറിയുന്നതിന് മുമ്പേ ഇത്രയും വേദനയൊന്നും ഇല്ലായിരുന്നു, ഇത്രയും കണ്ണ് നിറയത്തില്ലായിരുന്നു, വല്ലപ്പോഴുമൊക്കെ കരഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലാതെ തുടർച്ചയായി കരയേണ്ട സന്ദർഭങ്ങൾ വന്നിട്ടില്ല. എന്നാൽ നിന്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ച നാൾ മുതൽ എൻ്റെ ജീവിതത്തിൽ എത്രയോ കണ്ണുനീർ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അത് വെച്ചിരിക്കുന്ന അവകാശവും ദൈവമക്കൾക്ക് വെച്ചിരിക്കുന്ന ഓഹരിയുമാണെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു വേണം. അതുകൊണ്ട് ദൈവമക്കൾ നിലവിളിക്കുന്നവരാ, കരയുന്നവരാ, കണ്ണുനീരിൽ കൂടെ പോകുന്നവരാണ്, ഭാരങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ നിലവിളി മുറവിളിയല്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്, മുറവിളി കൂട്ടുന്നെന്നല്ല പറഞ്ഞത്. കാരണം അപ്പോൾ പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. നിങ്ങൾ ദുഃഖിക്കുന്നവരാണ്, പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ പോലെ, പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. അപ്പോൾ ഞാനും നിങ്ങളും കരയുന്നവരാണെങ്കിലും മുറവിളി കൂട്ടുന്നവരല്ല. ദൈവമക്കളുടെ കരച്ചിൽ പലപ്പോഴും പ്രാർത്ഥനയുടെ കരച്ചിലാണ്, യാചനയുടെ കരച്ചിലാണ്, അപേക്ഷയുടെ കരച്ചിലാണ്. വേദപുസ്തകത്തിൽ ഉടനീളം കരഞ്ഞ ഭക്തന്മാരേ ഉള്ളൂ. മോശ വീരനായ യോദ്ധാവായിരുന്നു, ജനത്തെ നടത്തിയവനായിരുന്നു. എന്നാൽ പ്രതിസന്ധികളുടെ നടുവിൽ അവൻ കരഞ്ഞു, നിലവിളിച്ചു. മോസസ് പ്രേയ്ഡ് and he cried out unto the Lord. പലപ്പോഴും ദൈവത്തെ നോക്കി അവൻ നിലവിളിച്ചു. ഏലിയാവ് ഏകനായി മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ദൈവത്തെ നോക്കി അവൻ നിലവിളിച്ചു. അവൻ കരഞ്ഞിട്ടുണ്ട്. പുതിയ നിയമ വിശ്വാസികളുടെ നടുവിലേക്ക് കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ ഗണമായി നിന്നുകൊണ്ട്, ഒരുമിച്ച് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അവർ കരഞ്ഞു. ജോൺ നോക്സ് നിലവിളിച്ചു, ജോർജ് മുള്ളർ നിലവിളിച്ചു, സാധു സുന്ദർ സിംഗ് കരഞ്ഞു, പ്രേയിങ് ഹൈറ്റ് അവൻ്റെ ആയുസ് മുഴുവൻ കരഞ്ഞു. ദൈവത്തിൻ്റെ മക്കളായ ഞാനും നിങ്ങളും കരയുവാനായി വിളിക്കപ്പെട്ടവരാണ്. ആധുനിക കാലത്ത് സുവിശേഷ വേല ആവശ്യമാണ്. മിഷൻസ് ഇന്ത്യ എന്ന് പറയുന്നത് സുവിശേഷീകരണത്തിൽ മുൻതൂക്കം കൊടുക്കുന്നവരുമാണല്ലോ. എന്നാൽ സുവിശേഷീകരണത്തിന് ആളുകളെ പറഞ്ഞു വിടുന്നതിനും ആളുകളെ അയക്കുന്നതിനും മുമ്പേ സഭയായി നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം നാം പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് ഈ അധ്യായത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് അവരെ പഠിപ്പിച്ചത്. കർത്താവ് പ്രസംഗിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. കർത്താവ് ആരെയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുവാൻ കോച്ചിങ് ക്ലാസ് നടത്തിയിട്ടില്ല. നിങ്ങൾ ഇതിനകത്ത് പഠിച്ചു നോക്കണം. ഒരൊറ്റ സ്ഥലത്ത് പോലും കർത്താവ് അതിനുവേണ്ടി ഒരു കോച്ചിങ് ക്ലാസ് നടത്തിയില്ല. എന്നാൽ ഈ ദൈവമക്കളെ, ശിഷ്യന്മാരെ വിളിച്ചിരുത്തി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അപ്പോൾ അതിനെന്തോ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്ന് പഠിക്കേണ്ടത്, കർത്താവെ, വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നീ എനിക്ക് കൃപ തരണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രാപ്പകൽ നിലവിളിക്കുന്ന ഭക്തന്മാരായി മാറുവാനായി ഇന്ന് രാത്രിയിലത്തെ സന്ദേശം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? 4 തരത്തിലുള്ള പ്രാർത്ഥനകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 1 വിധവയുടെ പ്രാർത്ഥന, 2 പരീശന്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന ചേർത്ത് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 3 ധനവാനായ ഒരു ചെറുപ്പക്കാരൻ നിത്യജീവന് വേണ്ടിയുള്ള അപേക്ഷ. 4 വഴിയരികിൽ ഇരിക്കുന്ന കുരുടനും ഭിക്ഷയാചിക്കുന്നവനുമായ ആ മനുഷ്യൻ്റെ അഭയയാചന. ഈ പ്രാർത്ഥന, അതിൽ ചില പ്രാർത്ഥന ഫലിച്ചു, ചില പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായില്ല. അപ്പോൾ പ്രാർത്ഥനകളിൽ ഫലം ഉണ്ടാകുന്ന പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനകളിൽ ഫലമില്ലാത്ത പ്രാർത്ഥനയും ഉണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന വൃഥാ യാചിക്കുന്നവരിൽ നിന്ന്, ഫലമില്ലാത്ത പ്രാർത്ഥനയിൽ നിന്നും
ഫലകരമായ പ്രാർത്ഥനയിലേക്ക് നാം മാറണം. വേണ്ടും പോലെ യാചിക്കുവാൻ, ചോദിക്കുമ്പോൾ ലഭിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുവാൻ ഞാനും നിങ്ങളും പഠിക്കേണ്ടതാകും. അത് ഹൃദയത്തിൻ്റെ കണ്ടീഷനാണ് പ്രാർത്ഥന. പ്രേയർ ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്. പ്രാർത്ഥിക്കുമ്പോൾ വാക്കുകളൊന്നും വരണമെന്നില്ല. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ചുണ്ടുകൾ അനങ്ങി എന്നുള്ളതല്ലാതെ ആ ആലയത്തിൽ ഒരു സ്ഥലത്തും എത്തത്തക്കവണ്ണം അവളുടെ വായിൽ നിന്നൊന്നും വന്നില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് അവളുടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ്. സോ പ്രേയർ ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? അതുകൊണ്ട് പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന അധരത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുകയും പ്രൈവറ്റായിട്ട് കുറച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയാണെങ്കിൽ അതെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇത് പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ലിപ്സ് കൊണ്ട്, അധരം കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. കാരണം ഹൃദയം എപ്പോഴും പ്രാർത്ഥിക്കുന്നു എങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പ്രെയർ എപ്പോഴും എക്സീഡ് ചെയ്യും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അത് അധരത്തിലെ പ്രാർത്ഥനയായി മാറാണ്. എങ്ങനെ വേണം പ്രാർത്ഥിക്കുവാൻ? ഏത് ഹൃദയത്തിൽ നിന്നാണ് യഥാർത്ഥമായ പ്രാർത്ഥന പൊങ്ങുന്നത്? അത് 4 പ്രത്യേക അവസ്ഥകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇറ്റ് കംസ് ഫ്രം എ നീഡി ഹാർട്ട്. ആവശ്യബോധമുള്ള ഹൃദയത്തിൽ നിന്നേ പ്രാർത്ഥന വരത്തുള്ളൂ. ഏതെങ്കിലും ഒരു ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന വരത്തില്ല. ആവശ്യബോധമുള്ള ഒരു ഹൃദയത്തിൽ നിന്നേ പ്രാർത്ഥന വരും. വിധവ പ്രാർത്ഥിച്ച് അവൾക്ക് മറുപടി ലഭിച്ചു, കാരണം അവൾ ആവശ്യക്കാരിയായിരുന്നു. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു, അവൾക്കും മറുപടി ലഭിച്ചു, അവനും മറുപടി ലഭിച്ചു, കാരണം അവനും ആവശ്യക്കാരനായിരുന്നു. കുരുടൻ പ്രാർത്ഥിച്ചു, അവനും മറുപടി ലഭിച്ചു, കാരണം അവനും ആവശ്യക്കാർ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ആവശ്യബോധം ഉണ്ടാകണം. പ്രാർത്ഥന പല രീതിയിൽ പ്രാർത്ഥിക്കാം. ഒന്ന്, നമ്മുടെ ഇൻഹെറന്റ് നേച്ചറാണ് പ്രാർത്ഥന. ദൈവവിശ്വാസം ഇല്ലാത്തവനും ഈശ്വര എന്ന് വിളിക്കും. യാതൊരു രീതിയിലും ദൈവബോധമില്ലാത്തവനും ദൈവമേ എന്ന് വല്ലപ്പോഴുമൊക്കെ അധരം കൊണ്ട് പറയാറുണ്ട്. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ അതൊരു ഇൻഹെറന്റ് നേച്ചറാണ്. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ദൈവമേ എന്ന് വിളിക്കാൻ. അതുകൊണ്ട് അതൊരു ഇൻഹെറന്റ് നേച്ചറാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. 2, ഈ പഠിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഭവനത്തിൽ ജീവിച്ചതുകൊണ്ട്, പ്രാർത്ഥിക്കുന്ന ആലയങ്ങളിൽ പോയതുകൊണ്ട്, വർഷങ്ങളുണ്ടായ പഴക്കങ്ങൾ കൊണ്ട്, പ്രാർത്ഥനാ വാചകങ്ങൾ മനസ്സിലിരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിച്ച് പോകുന്ന ഒരു അനുഭവം. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. 2 പേര് ഇങ്ങനെ നടന്നു പോയപ്പോൾ പെട്ടെന്ന് ഒരു ഫാം ഹൗസിൽ കൂടെ കടന്നുപോയി. ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവിടെ ഈ കന്നുകാലികളെ അഴിച്ചു വിടും. ഇവിടെ അഴിച്ചു വിട്ടിരുന്ന ഈ വലിയ ബുൾസിനെയായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇവർ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ബുൾ ഇവരുടെ നേരെ ഇങ്ങനെ ഓടി വരുന്നു. 2 പേരും ഓട്ടം ആരംഭിച്ചു. പക്ഷേ അതിനാ വേഗത കൂടുതൽ. ഓടിക്കൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്നോൻ പറഞ്ഞു, ജോണെ പ്രാർത്ഥിച്ചോളാം. അപ്പം ജോൺ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല, ഇതുവരെ പ്രാർത്ഥിച്ചൊരു പരിചയവുമില്ല. എങ്കിലും ഈ പുറകെ വരുന്ന കാളെ ഇപ്പോൾ കുത്തുമല്ലോ എന്നോർത്ത് പ്രാർത്ഥിച്ചോളാൻ വീണ്ടും പുറകെ ആൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ലോർഡ് വി ആർ താങ്ക്ഫുൾ ഫോർ വാട്ട് യു ആർ ഗോയിങ് ടു റിസീവ്. കാരണം ഭക്ഷണമേശയിൽ ഇരുന്ന് ഇങ്ങനെ അപ്പച്ചൻ പ്രാർത്ഥിച്ച് കേട്ടിട്ടുണ്ട്, കർത്താവെ ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനായി സ്തോത്രം, ഇന്ന് കേട്ടിട്ടുള്ളൂ. അപ്പോൾ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥിച്ചതാ. അനേകരുടെയും പ്രാർത്ഥന പഴക്കത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയാണ്, പരിചയത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥന ഇൻഹെറന്റ് നേച്ചറിൽ നിന്ന് വരാം. പ്രേയർ ക്യാൻ ബി ടോട്ട്. അപ്പോൾ അങ്ങനെ പരിചയത്തിൽ നിന്നൊരു പ്രാർത്ഥന വരാം. എന്നാൽ പ്രാർത്ഥന യഥാർത്ഥമായി വരണമെന്നുണ്ടെങ്കിൽ ആവശ്യബോധത്തിൽ നിന്ന് വരണം. ആവശ്യബോധത്തിൽ നിന്ന് മാത്രമേ യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന വരത്തുള്ളൂ. ഹാഗാറിന് പ്രാർത്ഥിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. തൻ്റെ കുഞ്ഞിൻ്റെ നിലവിളി, ദാഹം കൊണ്ട് വലയുന്ന കുഞ്ഞിൻ്റെ നിലവിളി കണ്ടപ്പോൾ അവൾക്ക് പ്രാർത്ഥന വന്നു. കഷ്ടങ്ങളാലും ശത്രുക്കളാലും വലയപ്പെട്ടപ്പോൾ ദാവീദിന് പ്രാർത്ഥിക്കാൻ ഒരു പ്രയാസവും ഇല്ലായിരുന്നു. അതിദാഹത്താൽ വലഞ്ഞപ്പോൾ ശക്തനായ ശിംശോനും പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യബോധം വരുമ്പോഴാണ്. ആവശ്യങ്ങളിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നത് വേണ്ടും പോലെ പ്രാർത്ഥിക്കുവാനായിട്ടാണ്. ജഡത്തിലെ ശൂലം നിമിത്തം പ്രാർത്ഥനാവീരനായിരുന്ന പൗലോസും വീണ്ടും പ്രാർത്ഥിച്ചു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ഇവിടെ 2-3 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വിധവ. വിധവയുടെ ആവശ്യം നോക്കിക്കാട്ടെ. അവൾ വിധവയാണെന്ന് മാത്രമല്ല, പ്രതിയോഗിയുണ്ട്. കഷ്ടത വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. വിധവയായി ഇരിക്കുന്നത് തന്നെ ഒരാവശ്യമാണ്.
ഒരു ആവശ്യക്കാരിയായി മാറിയിരിക്കുക. വിഡോഹുഡ് എന്ന് പറയുന്നത് ഒരാവശ്യമുള്ളൊരു മേഖലയാണ്. ആരും താങ്ങാനില്ല, തണലായിട്ടില്ല, ആവശ്യക്കാരിയാണ്. എന്നാൽ അതിൻ്റെ കൂടെ ഒരു പ്രതിയോഗിയും കൂടെ. ഈ ലോൺലി പീപ്പിളിന് ശത്രുക്കളുണ്ട്. അപ്പോൾ അവൾക്കൊരു പ്രതിയോഗിയുമുണ്ട്. ആ ആവശ്യത്തിൻ്റെ മുകളിലാണ് അവൾ വന്ന് ന്യായാധിപനോട് അപേക്ഷിക്കുന്നത്. ഇവിടെ ഒരു ചുങ്കക്കാരൻ ദൈവസന്നിധിയിൽ വന്നു. അവൻ്റെ ഹൃദയം കുത്തുകൊണ്ടു, പാപബോധം കൊണ്ട് ആ ദൈവസന്നിധിയിൽ വന്ന്. ആവശ്യക്കാരന് മറ്റാവശ്യങ്ങൾ കൊണ്ട് വന്നതല്ല, ഒരു പ്രാർത്ഥനാ വിഷയവുമായിട്ട് വന്നതല്ല. ഹി കെയിം ബിക്കോസ് ഹി ഹാഡ് എ ഗിൽറ്റി ഹാർട്ട്. കുരുടൻ വഴിയിലിരിക്കുന്നു, അവൻ്റെ ഒരു ആവശ്യം, കർത്താവേ എനിക്ക് കാഴ്ച ലഭിക്കണം. അപ്പോൾ ആവശ്യബോധം മാത്രമേ ദൈവസന്നിധിയിലേക്ക് യഥാർത്ഥമായി പ്രാർത്ഥനയ്ക്ക് ഉള്ള പ്രചോദനം തരത്തുള്ളൂ. പരീശൻ പ്രാർത്ഥിച്ചു ആവശ്യമുള്ള ഹൃദയത്തിൽ നിന്നല്ല. he had something to trust on, lean on. തൻ്റെ സ്വയം നീതി. താഴെ പറഞ്ഞിരിക്കുന്ന ധനവാനായ ചെറുപ്പക്കാരൻ, അവന് ധനമുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു ഒരു കുറവ് നിനക്കുണ്ട്, അത് വിറ്റേച്ച് വരണമെന്ന് പറഞ്ഞപ്പോൾ അത് വിൽക്കുവാൻ മനസ്സില്ലാതെ പോയതിൻ്റെ കാരണം അവൻ ആശ്രയിക്കുവാൻ അവൻ്റെ ധനമുണ്ടായിരുന്നു. അപ്പോൾ വേണ്ടും പോലെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഹാർട്ട്സ് മസ്റ്റ് ബി നീഡി ഹാർട്ട്സ്. അതിനുവേണ്ടി കൊതിക്കുന്ന ഒരു ഹൃദയമായിരിക്കണം. യാക്കോബ് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. യാക്കോബിൻ്റെ ചരിത്രം അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെയും ഭവനത്തിൽ ജനിച്ചവനാണ്. തൻ്റെ അപ്പൻ പ്രാർത്ഥിച്ചും വല്യപ്പൻ്റെ പ്രാർത്ഥനയും ഒക്കെ യാക്കോബ് അത് അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഴക്കത്തിൽ പ്രാർത്ഥിച്ചവനാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഓടിപ്പോകുമ്പോൾ മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങിയപ്പോൾ തുറന്ന സ്വർഗവും ഗോവേണിയും കണ്ടപ്പോൾ പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നോടുകൂടെ ഇരുന്ന് എന്നെ സന്തോഷത്തോടെ എൻ്റെ പിതൃഭവനത്തിലേക്ക് കൊണ്ടുവന്നാൽ എനിക്ക് തരുന്ന എല്ലാറ്റിലും ഞാൻ ദശാംശം നിനക്ക് തന്നേക്കാം. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചവനായി. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഏകനായി നിൽക്കേണ്ട ഒരു സന്ദർഭം വന്നു. അപ്പോൾ വീണ്ടും പോലെ പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ആവശ്യക്കാരനായി മാറിയപ്പോൾ വീണ്ടും പോലെ പ്രാർത്ഥിച്ചു. യാക്കോബിനെ വീട്ടിൽ നിന്ന് ദൈവം ഓടിച്ചു. ദൈവം അതിന് അനുവദിച്ചതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഗോഡ് ലെറ്റ് ദാറ്റ് ഹാപ്പൻ. പലതും ദൈവം ചെയ്തെന്ന് ഞാൻ പറയത്തില്ല. ദൈവം ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. യാക്കോബ് അപ്പൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് മാറി. അവൻ്റെ അമ്മായിയപ്പൻ്റെ വീട്ടിൽ നിന്ന് ഓടി. രണ്ടിടത്തുനിന്ന് ഓടി. അവസാനം യാബോക്കിൻ്റെ തീരത്ത് വന്നപ്പോൾ തനിക്കുള്ളതിൽ നിന്നും മാറി. അപ്പോൾ എല്ലാം പോയി. അപ്പൻ്റെ വീട്ടിൽ നിന്ന് അകന്നു, അമ്മായിയപ്പൻ്റെ വീട്ടിൽ നിന്ന് അകന്നു, തനിക്കുള്ള സകലത്തിൽ നിന്നും അകന്നു. ഏകനായി ശേഷിച്ചു. അവിടെ ദൈവത്തെ നമ്പുകല്ലാതെ അവന് വേറെ ഒന്നുമില്ല. തൻ്റെ സഹോദരൻ വരുന്നു എന്നുള്ള ഭീതിയാൽ, തന്നെ തകർത്ത് കളയുമോ എന്നുള്ള ഭീതിയാൽ അവൻ്റെ സകലവും അവന് നഷ്ടപ്പെട്ട് ഏകനായി നിന്നപ്പോൾ അവൻ്റെ ഹൃദയം ആവശ്യബോധത്താൽ നിറഞ്ഞു. അവിടെ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അപ്പോൾ വേണ്ടും പോലെ പ്രാർത്ഥിക്കണമെങ്കിൽ ചിലപ്പോഴൊക്കെ ദൈവം ഇങ്ങനെ നമ്മളെ കോർണർ ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കടന്നു പോകുന്ന കഷ്ടങ്ങൾ ദോഷത്തിനായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിന്നെ മുട്ടുമടക്കുവാൻ ദൈവം അനുവദിച്ചെങ്കിൽ അത് അനുഗ്രഹമായിട്ട് തന്നെ തീരത്തുള്ളൂ. യാക്കോബേ, നിനക്കുള്ളത് സകലവും അപ്പുറത്തിട്ടേച്ച് നീ ഏകനായി നിൽക്കേണ്ടി വന്നാൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു സ്പോയിൽ യു, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഡിസ്ട്രോയ് യു, ഇറ്റ് ഈസ് ഓൺലി ഗോയിങ് ടു ബ്ലെസ് യു. അതുകൊണ്ട് ജീവിതത്തിൽ ആവശ്യക്കാരായി ദൈവം നമ്മെ നിർത്തുന്നത് വേണ്ടും പോലെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഒരു അനുഭവം ഓർക്കുന്നു. വിദേശത്ത് ഒരാലയത്തിൽ പ്രസംഗിക്കാൻ പോയതാണ്. സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല, കാരണം ചില സ്ഥലത്ത് പോയാൽ കുഴഞ്ഞു പോകും. അവിടെ വലിയ വഴക്കാണ് പള്ളിയിൽ. വലിയ വഴക്ക് മാത്രമല്ല, വളരെ ധനമുള്ള സഹോദരങ്ങളായതുകൊണ്ട് ധിക്കാരികളാണ്. കാരണം ഒരു സ്ഥലത്ത് ഇരുന്ന് ഞായറാഴ്ച പ്രസംഗിക്കുന്നതിന് ഞാൻ ആ വെസ്ട്രിയിൽ അങ്ങനെ ഇരിക്കുക. വെസ്ട്രിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനൊരു ഗോൾഡ് ചെയിനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, 20 മിനിറ്റേ പ്രസംഗിക്കാവൂ. എന്നോട് പറഞ്ഞു 20 മിനിറ്റേ പ്രസംഗിക്കാവൂ. അത് കൽപ്പന പോലെ പറഞ്ഞേച്ചാൽ പോയി. ഞാൻ ഏതായാലും കീഴ്പ്പെട്ടു. 19 മിനിറ്റ് ആയപ്പോൾ പ്രസംഗം അവസാനിപ്പിച്ചു. അപ്പോൾ അവിടെ കൺവെൻഷൻ നടക്കുകയാണ്. വളരെ ഭാരം. ഞാനുണ്ട്, എൻ്റെ പ്രിയ ഭാര്യ. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. തമ്മിൽ പകയും തമ്മിൽ പിണക്കവും വടം വലിയും
അഹന്തയും നിറഞ്ഞിരിക്കുന്ന സമൂഹത്തിൽ അങ്ങോട്ട് പറയുന്നത് ഇങ്ങോട്ടടിക്കുകയല്ലാതെ യാതൊരു പ്രയോജനവും ചെയ്യുന്നു. മൂന്നാമത്തെ രാത്രി കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. കർത്താവേ, ഞങ്ങളെ നീ പലയിടത്ത് അയച്ചിട്ടുണ്ട്, ഇവിടെയും അയച്ചത് നീയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ നിന്റെ സിംഹാസനത്തിന് ചുറ്റും വന്നിരിക്കുക. നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല. അന്ന് രാത്രി ഞങ്ങൾ കരഞ്ഞ് നിലവിളിച്ചു. ദൈവം ഞങ്ങളെ ആവശ്യക്കാരാക്കി. അറിയാവുന്നൊരു പ്രസംഗം പറഞ്ഞിട്ടൊക്കുന്നില്ല, പരിചയമുള്ളത് പറഞ്ഞിട്ടൊക്കുന്നില്ല, അറിയാവുന്ന പ്രസംഗ ശൈലി ഉപയോഗിച്ചിട്ടും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രസംഗകനെ മുട്ടുകുത്തിച്ചു ദൈവം. അപ്പോൾ മുട്ടുകുത്തി കഴിഞ്ഞപ്പോൾ തമ്പുരാൻ കനിഞ്ഞു. അന്ന് പിറ്റേ ദിവസം ദൈവവചനം ഘോഷിച്ചപ്പോൾ ജനത്തിൻ്റെ നടുവിൽ പാപബോധമുണ്ടായി. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. ആവശ്യക്കാരനാകണം. ഇന്ന് ആവശ്യക്കാരനായിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്റെ ഉള്ളത്തെ കൊതിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. കണ്ണ് നിറച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. God is teaching you how to pray. ഒന്നാമതായി, we need to have a needy heart. 2, God centered heart. ദൈവത്തിങ്കിലേക്ക് കേന്ദ്രീകൃതമായ ഒരു ഹൃദയം വേണം. ഇവിടെ നാം വായിക്കുന്നു, തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ ചുമ്മാതെ നിലവിളിക്കുകയല്ല, തന്നോട് എവിടെയെങ്കിലും പോയി നിലവിളിച്ചേച്ച് പോകാനല്ല. ദൈവമക്കളത് എനിക്ക് തോന്നുന്നു ഞാനും നിങ്ങളത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമാണ്. വി മസ്റ്റ് പ്രേ അൺടു ഗോഡ്. ദൈവത്തോട് നിലവിളിക്കണം. പലപ്പോഴും നിലവിളിക്കുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. എന്നാൽ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യം. ഈ വിധവ ന്യായാധിപന്റെ അടുക്കൽ വന്നു. അങ്ങനെയാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. അവൾ ന്യായാധിപന്റെ അടുക്കൽ വന്നു. ചുങ്കക്കാരൻ ദൈവാലയത്തിൽ വന്നു. വഴിയരികെ ഇരിക്കുന്ന കുരുടൻ പ്രാർത്ഥിച്ചത്, നസ്രായനായ യേശുവേ, ദാവീദ് പുത്ര, എന്നോട്. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങോട്ടാ, ദൈവത്തോടാണ് നിലവിളിക്കേണ്ടത്. മുറവിളി കൂട്ടുകയല്ല, ബഹളം വയ്ക്കുകയല്ല, ദൈവത്തെ നോക്കി നിലവിളിക്കണം. സോ അവർ പ്രേയർ മസ്റ്റ് ബി ഡയറക്റ്റഡ് ടു ഗോഡ്. ദൈവം ഇസ്രായേൽ ജനത്തെ ശാസിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. മിസ്രൈമിൽ പോയി ആശ്രയിച്ചതിനാ. നിങ്ങൾ എന്തിനു മിസ്രൈമിൽ പോയി? മിസ്രൈമ്യർ ദൈവമല്ല, അവർ മനുഷ്യരാണ്. കഴിഞ്ഞ് മിസ്രൈമിലെ കുതിരയിൽ അവർ ആശ്രയിച്ചപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, മിസ്രൈമിലെ കുതിരകൾ ആത്മാവല്ല, ജഡമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എവിടെ പോയി ആശ്രയിക്കുന്നു, എങ്ങോട്ട് നോക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ദൈവമക്കളാണെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ ഡിപ്പെൻഡൻസി ദൈവത്തിൽ നിന്നും മാറി മറ്റുള്ളതിലേക്ക് നീങ്ങാറില്ലയോ? ദൈവത്തെ നോക്കി നിലവിളിക്കണം. അവിടേക്ക് നമ്മുടെ യാചന വരണം. എന്തുകൊണ്ട് വരണമെന്ന് 4 കാരണം ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈ ഷുഡ് വി കം ടു ഗോഡ്? എന്തുകൊണ്ട് ദൈവത്തെ നോക്കി ഞാനും നിങ്ങളെ നിലവിളിക്കണം? 1, ബിക്കോസ് ഹി ഈസ് ഗുഡ്. അവൻ നല്ലവനായതുകൊണ്ട്. ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ യഹോവ നല്ലവനാകുന്നു, നിശ്ചയം. അപ്പോൾ ചെല്ലേണ്ടത് നല്ലവന്റെ അടുത്താണ്, ദോഷം ചെയ്യുന്നവന്റെ അടുത്ത് പോകരുത്. അത് തന്നെയാണ് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കാതെ നാം ആശ്രയിക്കുന്ന മിസ്രൈമ്യർ നമുക്ക് തലവേദനയായി തീരാതിരിക്കേണ്ടതിന് വി മസ്റ്റ് ഡിപ്പെൻഡ് ഓൺ ഗോഡ്. വൈ? ബിക്കോസ് ഹി ഈസ് ഗുഡ്. ദൈവം നല്ലവനാണ്. അവന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ഗതിഭേദമോ ആച്ഛാദനമോ ഇല്ലാത്തവനാണ് ദൈവം. അവൻ നല്ലവൻ തന്നെയാണ്. കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണൻ. എനിക്ക് തോന്നുന്നു അതിനപ്പുറത്തൊരു വാക്കില്ല. യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാമോ? അവൻ പെർഫെക്റ്റ് ആണ്, പോകാൻ കൊള്ളാവുന്നവനാണ്, അവൻ നല്ലവനാണ്, അവൻ സൽഗുണപൂർണനാണ്. വി ഷുഡ് ഗോ ടു ഹിം. അവൻ സൽഗുണപൂർണനായ പിതാവെന്ന് മാത്രമല്ല, സ്വർഗീയ പിതാവ് ആവശ്യങ്ങളെ അറിയുന്നവനാണ്. അവൻ അറിയുന്നവനാണ്. എൻ്റെ ആവശ്യം അറിയുന്നവനാ. ഞാൻ പറയുമ്പോൾ എൻ്റെ ആവശ്യത്തെ അവൻ അറിയുന്നു, എൻ്റെ പ്രകൃതി അവൻ അറിയുന്നു, ഞാൻ പൊടിയെന്നവൻ ഓർക്കുന്നു. ഹീ നോസ് മീ. അപ്പോൾ ഞാനും നിങ്ങളും കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നതിൻ്റെ കാരണം അവൻ നല്ലവനാണ്.
എപ്പോഴും ദൈവമക്കൾ ഓർത്തോണം, ഗോഡ് ഈസ് ഗുഡ്. ഈസ് ഗുഡ് ബിക്കോസ് ഹി ഈസ് ഗുഡ്. അവൻ നല്ലവനായതുകൊണ്ട് അവൻ നല്ലവനാണ്. അല്ലാണ്ട് അവൻ എനിക്ക് നന്മ ചെയ്തത് കൊണ്ടല്ല അവൻ നല്ലവനായത്. പലപ്പോഴും നമ്മൾ ദൈവത്തെ നല്ലവനെന്ന് പറയുന്നത് നമുക്ക് നന്മ ചെയ്യുമ്പോഴാണ്. അവൻ എനിക്ക് നന്മ ചെയ്താലും ഇനിയും നന്മ പിടിച്ചു വെച്ചാലും അവൻ നല്ലവൻ തന്നെയാണ്. ചിലപ്പോൾ നന്മ പിടിച്ചു വെക്കുന്നത് അവൻ നല്ലവനായതുകൊണ്ടാണ്. ഗോഡ് ഈസ് ഗുഡ് ബിക്കോസ് ഹി ഈസ് ഗുഡ്. അവൻ നല്ലവൻ തന്നെ ആകുന്നു നിശ്ചയം. അപ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നതിന്റെ ഒന്നാമത്തെ കാരണം അവൻ നല്ലവൻ. 2, ബിക്കോസ് ഹി ഈസ് വൈസ്. നിങ്ങളുടെ ആവശ്യം അവൻ അറിയുന്നു, വേണ്ടും പോലെ അവൻ നമുക്ക് തരേണ്ടത് അവൻ അറിയുന്നു. അവൻ ജ്ഞാനിയാണ്. ചോദിച്ചാൽ എല്ലാം തരത്തില്ല. ജ്ഞാനമുള്ള പിതാവ് മക്കൾ ചോദിക്കുന്നതെല്ലാം കൊടുക്കത്തില്ല. വേണ്ടത് മാത്രമേ അവന് കൊടുക്കത്തുള്ളൂ. പലപ്പോഴും നമ്മൾ ഓർക്കും നല്ല പിതാവെന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ഉടനെ കൊടുക്കുന്നതാണെന്ന്. മാരുതിക്കാർ ചോദിച്ചാൽ ഉടനെ മാരുതിക്കാർ കൊടുക്കുന്ന പിതാക്കന്മാരുണ്ട്. കുഞ്ഞുങ്ങളെ സ്പോയിൽ ചെയ്യാൻ വേറെ ഒന്നും വേണ്ട, ചോദിക്കുന്നത് കൊടുക്കുന്നതല്ല. നന്മ ഓർത്തുകൊള്ളണം. വൈസ് ഫാദർ, അവൻ ജ്ഞാനമുള്ളവൻ. അതിന് കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദോഷികളായ നിങ്ങൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനോട് ചേർത്ത് പറഞ്ഞു, എങ്കിലും നിങ്ങൾ ദോഷികളാണെങ്കിലും മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? കാരണം നിങ്ങൾ ദോഷികളാണെങ്കിലും നിങ്ങൾ അല്പജ്ഞാനമുള്ളവരാ. അതുകൊണ്ട് അല്പജ്ഞാനമുള്ള നിങ്ങൾ ആ മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുക. എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു ചിന്തയുണ്ട്. ഇനിയും ഞാൻ നല്ലവനായ ദൈവത്തോട് ഇനിയും കല്ല് ചോദിച്ചാലും അവൻ കല്ല് തരത്തില്ല. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ കല്ല് ചോദിച്ചാലും അവൻ കല്ല് തരത്തില്ല. കാരണം അവൻ ജ്ഞാനിയാണ്. അത് പറയാൻ കാര്യമുണ്ട്. പലസ്തീനിലെ കല്ലുകൾ അവിടെ പോയിട്ടുള്ളവർ കണ്ടാൽ പലസ്തീനിലുണ്ടാക്കുന്ന അപ്പം പോലെ നല്ല ഷേപ്പിലാണ് കിടക്കുന്നത്. അത് കണ്ടോണ്ട് മോൻ അപ്പച്ച ഇത് വേണമെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ കൊടുക്കത്തില്ല. കാരണം അവൻ ജ്ഞാനിയാണ്. എന്തുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു? വൈ ആർ വി ഗോയിങ് ടു ഗോഡ്? ബിക്കോസ് ഹി ഈസ് ഗുഡ്. നല്ലവനാണ്. 2, അവൻ വൈസാണ്, അവൻ ജ്ഞാനിയാണ്. 3-ാമതായി അവൻ നമ്മുടെ ഭാരം വഹിക്കുന്നവനാണ്. ഹി ഈസ് അവർ ബർഡൻ ബെയറർ. നമ്മുടെ ഭാരങ്ങളെയൊക്കെ അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ ഇട്ടേച്ചു പോകാനാണ്. വന്നേച്ച് അതുപോലെ കൊണ്ടുപോകാനല്ല. അവൻ വഹിക്കാൻ ഒരുക്കമുള്ളവനാ, വഹിക്കാൻ കഴിവുള്ളവനാ. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭാരം, ഈ ലോകത്തിൽ ഉണ്ടായതിലേക്കും വലിയ ഭാരം ലോകത്തിൻ്റെ പാപമാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പം ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടാകുന്ന ക്ഷാമമോ ഗെടുതിയോ ഒന്നും അല്ല ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഭാരം. ദൈവത്തിന് ഏറ്റവും വില കൊടുക്കേണ്ടതും ഭാരം കൊടുക്കേണ്ടതും ദൈവപുത്രൻ ഒന്ന് അറച്ചു നിന്നേച്ചെടുത്തതുമായ ചുമട്. നിങ്ങൾ ഗെത്സമന തോട്ടത്തിൽ നടന്ന സംഭവം ഒന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് എടുക്കാതെ വേണോ വേണ്ടായോ എങ്കിലും പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം അത്രേ എന്ന് പറഞ്ഞ് ചുമലിലോട്ട് വെച്ചത് പാപമാണ്. ലോകത്തിന്റെ പാപം അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും സർവഭാരവും വഹിക്കാൻ അവൻ ഒരുക്കമുള്ള അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. Put your burden upon him. Cast your cares upon him. നിങ്ങളുടെ ഭാരങ്ങൾ യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇതുപോലെ ഭാരം വഹിക്കുന്ന വേറൊരു വ്യക്തിയില്ല. കൊണ്ടുവരുന്നതെല്ലാം അവനെടുത്തു. എൻ്റെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്നു, നിങ്ങളുടെ ജീവിതത്തെ ഭാരപ്പെടുന്നു. ഉണ്ടോ ഭാരം വൈഷമ്യങ്ങൾ തുമ്പങ്ങളും അസംഖ്യം എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടുമ്പോൾ പ്രൈസ് ദി ലോർഡ്. പോകുന്നതിന്റെ ഒന്നാമത്തെ കാരണം അവൻ നല്ലവനാണ്. 2, അവൻ ജ്ഞാനിയാണ്. 3, എൻ്റെ ഭാരം വഹിക്കുന്നവനാണ്. 4, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരിയാണ്. ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഓർത്തു, പ്രശ്നങ്ങളുടെ പരിഹാരിയായ ക്രിസ്തു. പ്രശ്നങ്ങളുടെ പരിഹാരി ഉള്ളപ്പോൾ പ്രശ്നക്കാരൻ്റെ അടുത്ത് പോകേണ്ട കാര്യമുണ്ടോ? അതെന്തിനാ ഈ ദൈവമക്കളുടെ ഇടയിൽ പറയുന്നതെന്ന് ചിന്തിക്കുമോ? എനിക്ക് തോന്നുന്നു പറയേണ്ട കാലത്തിലാണ് ജീവിക്കുന്നത്. കാരണം ഇതൊക്കെ അറിയാമെങ്കിലും അറിയാതെ വാരഫലം നോക്കുന്നവരുണ്ട്.
ഉണ്ടേലൊരു നല്ല വാക്കാണേൽ ഇന്നത്തേക്ക് ജീവിക്കാനുള്ളൊരു ബലം ഉണ്ടല്ലോ, അത് കേട്ടാലൊരു സുഖമുണ്ടല്ലോ. ദൈവമക്കൾ നോക്കരുത്. കാരണം എൻ്റെ പ്രശ്നം പരിഹരിക്കുന്നവനാണ് കർത്താവ്. ഈ കൈ ഉണ്ടാക്കിയവനുള്ളപ്പോൾ കൈ വല്ലവരെയും കാണിക്കേണ്ട കാര്യമുണ്ടോ? വര എങ്ങനെയും ആയിക്കോട്ടെ, ഉണ്ടാക്കിയവൻ എൻ്റെ കൂടെ ഉണ്ട്. ഇതേ വരച്ചവനെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹീ ഈസ് മൈ പ്രോബ്ലം സോൾവർ. ദൈവത്തിൻ്റെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഇല്ല. അവനാൽ അസാധ്യമായത് ഒന്നുമില്ല. Nothing is impossible with God. ഒന്നും അവനാൽ അസാധ്യമായത് ഇല്ല, എല്ലാം അവനാൽ സാധ്യം. He can solve all my problems. എൻ്റെ സകല പ്രശ്നവും അവനെ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലണം. ഞാൻ ഇന്ന് ചിന്തിച്ചപ്പോൾ ഓർത്തു, ഒരു പ്രശ്നവും കൊണ്ട് വരുമ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ എന്ന് പറയും ലോകമനുഷ്യൻ കേട്ടോ. മുഴുവൻ എനിക്കറിയത്തില്ല, ഞാനൊന്ന് വിളിച്ച് ചോദിച്ചോട്ടെ കേട്ടോ. ചില ആവശ്യമായിട്ട് ചിലരുടെ അടുത്ത് ചെല്ലുമ്പോൾ പറയും ഇപ്പോൾ എൻ്റെ ഇല്ല, ഞാൻ മേടിച്ചങ്ങ് തരാം. ചില ഡോക്ടർമാരോട് പറയുമ്പോൾ എന്നെ കൊണ്ട് ഇതൊക്കത്തില്ല, പക്ഷേ അറിയാവുന്ന ഒരാളുണ്ടെന്ന് പറയും. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് വന്നാൽ ഈ ഒഴികഴി ഒന്നുമില്ല. നാളെ ആകട്ടെന്ന് പറയത്തില്ല, ചോദിച്ചേച്ച് പറയട്ടെന്ന് പറയത്തില്ല, ഇനിയും വേറൊരിടത്തുനിന്ന് മേടിച്ചു തരാമെന്നും പറയത്തില്ല. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഹീ ഈസ് ഗുഡ്, അവൻ നല്ലവനാണ്. ഹീ ഈസ് വൈസ്, അവൻ ജ്ഞാനിയാണ്. എൻ്റെ ഭാരങ്ങളെ അവൻ വഹിക്കുന്നവനാണ്. ആൻഡ് ഓൾസോ ഹീ ഈസ് മൈ പ്രോബ്ലം സോൾവർ. ഇന്ന് രാത്രി അപ്പോൾ അത് കേട്ടപ്പോൾ ജീവിതത്തിൻ്റെ ഊരാക്കുരുക്കുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഭാരം ദൈവത്തിൻ്റെ ചുമലിൽ ഇട്ടേച്ച് പോകണം. അവൻ അഴിക്കും. വേണ്ടും പോലെ പ്രാർത്ഥിച്ചാൽ, കർത്താവിൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ചാൽ, എൻ്റെ ഉള്ളത്തിലെ പ്രശ്നം, നിങ്ങളുടെ ഉള്ളത്തിലെ ഭാരം എൻ്റെ ദൈവം അഴിച്ചു തരും. ഹല്ലേലൂയ. 1000 കെട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി അഴിക്കാൻ അവൻ സമർത്ഥനാണ്. ദൈവത്തിന്. സോ ഹീ ഈസ് മൈ പ്രോബ്ലം സോൾവർ എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ, ഹീ ഈസ് ഓൾവേസ് അവൈലബിൾ കേട്ടോ. കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തിരിക്കും. പെട്ടെന്ന് ചെല്ലാം, എവിടെയും ചെല്ലാം, എപ്പോഴും ചെല്ലാം, ഏതവസ്ഥയിലും ചെല്ലാം, എങ്ങനെയും ചെല്ലാം. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിന്റെ ഭാരങ്ങളോടുകൂടോ ഭാരമില്ലാതെയോ, കണ്ണുനീരോടുകൂടോ കണ്ണുനീരില്ലാതെയോ, ജീവിതത്തിന്റെ ഏതവസ്ഥയിലും യു ക്യാൻ ഗോ അറ്റ് ഓൾ ടൈംസ്. അവന്റെ സന്നിധിയിലേക്ക് ഓടിയെടുക്കാനുള്ള വഴി നമ്മൾ തുറന്നതല്ല, അവൻ തുറന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള പുതുവഴി തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ എബ്രായർ 4:16 പറഞ്ഞിരിക്കുന്നത് പോലെ തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്ക് ത്രോണോസ് എവിടാന്നറിയാവും? ആലയത്തിൽ ത്രോണോസുകൾ ഉണ്ട്, ആരാധനയ്ക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദൈവമക്കൾക്ക് ത്രോണോസ് എവിടാന്നറിയാം? നിങ്ങൾ മുട്ടുമടക്കുന്നിടത്താ. Praise the Lord. Where we kneel down, there is our throne room. ദൈവമക്കൾ എവിടെ മുട്ടുമടക്കിയാലും ഉണ്ട്. കാരണം യോന മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്ന് നിലവിളിച്ചപ്പോൾ അവിടെ ഒരു പായൊന്നും ഇല്ലായിരുന്നു. അപ്പച്ചനുണ്ടാക്കിയ പായ, പ്രാർത്ഥിക്കുന്ന പായ, അതൊന്നും ഇല്ലായിരുന്നു. എങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുന്നു കൊണ്ട് നിലവിളിച്ചപ്പോൾ സ്വർഗം കേട്ടു. So you can pray anywhere, anytime, and in any condition. You can ask him. അവന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള വഴി എനിക്ക് നിങ്ങൾക്കും തുറന്നിട്ടിരിക്കുന്നു. ദൈവത്തിന്. So he is always available. നാളെ വരുവാൻ പറയത്തില്ല, ഇപ്പോൾ സമയമില്ലെന്ന് പറയത്തില്ല. ചില മന്ത്രിമാരെ കാണാം, PA-മാരെ കാണാൻ പ്രയാസമാണ്. അങ്ങ് അവിടം കടന്നു കിട്ടിയാൽ മന്ത്രിയെ കാണും. എന്നാൽ ഈ ചില കടമ്പയുണ്ടല്ലോ, കടന്നു കിട്ടാൻ പ്രയാസമാണ്. കർത്താവ് അങ്ങനെ ഒരു സ്ഥലം ഒരുക്കിയിട്ടില്ല. പ്രൈവറ്റ് സെക്രട്ടറി കേട്ടോ ഇല്ല. ഞാനൊന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അപ്പോയിൻമെന്റ് ലെറ്റർ എടുക്കാനോ അപ്പോയിൻമെന്റ് ടൈം എടുക്കാനോ കർത്താവ് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. നേരെ കടന്നു ചെല്ലുവാൻ ദൈവം നമുക്ക് വഴി ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഭക്തന്മാർ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ആവശ്യവുമായിട്ട് അടുത്ത് ചെല്ലണം. മൂന്നാമത്തെ ഹൃദയം. രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞത്. ഒന്ന് നീഡി ഹാർട്ട്, ആവശ്യഭാരമുള്ള ഹൃദയം. 2 ഗോഡ് സെന്റേഡ് ഹാർട്ട്, ദൈവത്തിങ്കൽ കേന്ദ്രീകരിച്ച ഹൃദയം. 3 ഓപ്പൺ ഹാർട്ട്,
തുറന്ന ഹൃദയം. പ്രാർത്ഥനയ്ക്ക് മറുപടി വേണേ തുറക്കണം. നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കാൻ ഞാനതിനെ ആവശ്യം പറയണം. എപ്പോഴും സ്തോത്രം ചെയ്യണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. നമ്മുടെ സകല ആവശ്യങ്ങളും സ്തോത്രത്തോടെ അവനെ അറിയിക്കണം. മേക്ക് യുവർ നീഡ്സ് നോൺ. അവൻ അറിയാം, എങ്കിലും എൻ്റെ പ്രാർത്ഥനയിൽ കൂടെ പ്രവർത്തിക്കാനാണ് ദൈവത്തിന് ഇഷ്ടം. ഞാൻ ചോദിച്ചിട്ട് തരാനാണ് ദൈവത്തിന് ഇഷ്ടം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. ഗോഡ് വാണ്ട്സ് യു ടു ആസ്ക് ഹിം. വായ തുറന്ന് ദൈവത്തോട് ആവശ്യങ്ങൾ അറിയിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെ? ഇവിടെ പലരും പല രീതിയിലാണ്. ഒരുത്തൻ മാറത്തടിച്ചു, ഒന്നും പറഞ്ഞില്ല കേട്ടോ. മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, പാവിയാ എന്നോട്. ഒരുവാൻ വഴിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള മുൻവാചകവും പിൻവാചകവും ഒന്നും അറിയത്തില്ല. അവൻ പറഞ്ഞു, നസ്രായനായ യേശുവേ എന്നോട് കരുണ തോന്നണം. വിധവ വന്ന് പറഞ്ഞു, പ്രതിക്രിയ നടത്തി രക്ഷിക്കണം. ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കണം. ഒന്ന്, വി മസ്റ്റ് ആസ്ക് ഓപ്പൺലി, സ്തോത്രത്തോടെ. ഒരു ദൈവദാസൻ പറഞ്ഞു, അൺആൻസർഡ് പ്രയർ അല്ല ട്രാജഡി. പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത അനുഭവത്തെക്കാൾ കൂടുതൽ ചോദിക്കാത്ത കാര്യങ്ങളാണ് കൂടുതൽ. മോർ ദാൻ ദി അൺആൻസർഡ് പ്രയർ, ഇറ്റ് ഈസ് ദി അൺആസ്ക്ഡ് പ്രയേഴ്സ്. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല, യാചിക്കായിക നിമിത്തം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. പല കാര്യങ്ങളും ദൈവത്തോട് ചോദിക്കണമെന്ന് ചിന്തിച്ചേ ഉള്ളൂ, ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലയോ? പലതും ചിന്തിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ കിട്ടിയാൽ കൊള്ളാം, ഈ അനുഭവം എനിക്ക് കിട്ടിയാൽ കൊള്ളാം. പലപ്പോഴും ഇത് ചിന്തയിൽ കൂടെ പോയിട്ടുണ്ട്. ഇതുവരെയും ദൈവസന്നിധിയിൽ അവതരിപ്പിച്ചിട്ടില്ല. നമ്മുടെ ആവശ്യങ്ങൾ തുറന്ന് ദൈവസന്നിധിയിൽ പറയണം. മേക്ക് യുവർ നീഡ്സ് നോൺ അൺടു ഗോഡ്. ഇനിയും പോഷത്വം പറഞ്ഞാലും അവിവേകം പറഞ്ഞാലും കേൾക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരുത്തനെ ഇടത്തും ഒരുത്തനെ വലത്തും ഇരുത്തണമെന്ന് ഒരു മാതാവ് വന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ മക്കളിൽ ഒരുത്തനെ ഇടത്തും ഒരുത്തനെ. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ നമ്മുടെ നീതി അനുസരിച്ച് ആ സ്ത്രീയെ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ഒന്ന് ഫലിച്ചു വിട്ടേനെ. കർത്താവ് ഫലിച്ചില്ല, ഫലിക്കുന്നവനല്ല. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ ഇനി അവിവേകമായി ചിലത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു അപ്പനായതുകൊണ്ട് അറിയാവുന്ന ഭാഷയിൽ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അറിയിക്കണം. ദൈവം അഗ്നി അയക്കും, പക്ഷെ ഏലിയാവ് പ്രാർത്ഥിക്കണം. യഹൂദനെ ദൈവം വിടുവിക്കും, എസ്തറിൻ്റെ കാലത്താണ്. പക്ഷെ എസ്തർ പ്രാർത്ഥിക്കണം. ദൈവം ചെങ്കടലിനെ രണ്ടാക്കും, പക്ഷെങ്കിൽ മോശ പ്രാർത്ഥിക്കണം. തടവിലിരിക്കുന്ന പത്രോസിനെ ദൈവം വിടുവിക്കും, പക്ഷേ സഭ പ്രാർത്ഥിക്കണം. അനാഥ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കിട്ടും, പക്ഷെ ജോർജ് മുള്ളർ പ്രാർത്ഥിക്കണം. എറണാകുളം പട്ടണത്തെ ദൈവം സന്ദർശിക്കും, ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ആശിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പ്രാർത്ഥിച്ചില്ല, വേണ്ടും പോലെ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും, ദൈവം വിടുവിക്കും. He will answer, but we need to pray. ഈ യോഗങ്ങൾ കൊണ്ട് ഗ്രേറ്റർ കൊച്ചിൻ പ്രയർ ഫെലോഷിപ്പിന്റെ യൂണിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ യോഗങ്ങൾ കൊണ്ട് ഒരു കാര്യം നടക്കണമെന്ന് ഉള്ളം ആഗ്രഹിക്കും. അവിടെയും ഇവിടെയും ഈ പട്ടണത്തിൽ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരത്തിൽ ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വെള്ളിയും പൊന്നും ഒന്നും ചോദിക്കാനല്ല. കർത്താവേ, ഈ പട്ടണത്തെ നീ സന്ദർശിക്കണം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പട്ടണം ദൈവത്തിന്റെ രാജ്യത്തിലായിത്തീരണം. അതിനുവേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. ആവശ്യം അതാണ്. മേക്ക് യുവർ നീഡ്സ് നോൺ അൺടു ഗോഡ്. അതുകൊണ്ട് കൂടി വന്നിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിനൊരു സന്ദേശമുണ്ട്. ഇന്ന് തീരുമാനം എടുത്തുകൊണ്ട് പോകണം, പ്രാർത്ഥിക്കണം. ദൈവം കുടുംബത്തിൽ ഉത്തരം തരുമോ? നിശ്ചയമായിട്ടും തരും. ജീവിതത്തിന്റെ കുരുക്ക് ദൈവം അഴിക്കും. കുഞ്ഞുങ്ങളുടെ പ്രശ്നം ദൈവം മാറ്റും. നാളുകളായി നിന്നെ അലട്ടുന്ന രോഗത്തെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കണം. യു നീഡ് ടു പ്രേ. പ്രാർത്ഥിക്കുമ്പോൾ വിടുതലയക്കുന്ന ഒരു ദൈവമുണ്ട്. സോ ആസ്ക് ഓപ്പൺലി. 2, ആസ്ക് പെർസിസ്റ്റന്റ്ലി. തുടർന്ന് ചോദിക്കണം, മുട്ടണം. ഗോ ഓൺ നോക്കിംഗ്, ഗോ ഓൺ ആസ്കിങ്. പലപ്പോഴും ഒന്ന് മുട്ടേച്ച് നിർത്തും,
2 മുട്ടേച്ചൊക്കെ നിർത്തും. നാം ചോദിച്ചുകൊണ്ടിരിക്കണം, മുട്ടിക്കൊണ്ടിരിക്കണം, യാചിച്ചുകൊണ്ടിരിക്കണം. ഗോഡ് ആസ്കിങ്. ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തരുന്നൊരു ദൈവമുണ്ട്. ഏലിയാവ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 7 പറയുന്നത് ഇപ്പം നമുക്ക് എളുപ്പമായിട്ട് തോന്നും. പക്ഷേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബാലിൻ്റെ പ്രവാചകന്മാരുമായി യുദ്ധം ചെയ്ത് കത്തിയെടുത്ത് അവരെ എല്ലാം കൊന്നൊടുക്കി ശരീരത്തിൽ ക്ഷീണിച്ച പ്രവാചകൻ 7 പ്രാവശ്യം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അല്പം പ്രയാസമാണ്. അന്ന് സന്ധ്യാസമയത്ത് അവൻ മുട്ടിൻ്റെ ഇടയിൽ തലയിട്ടുകൊണ്ട് 7 പ്രാവശ്യം 7 times ജോർജ് മുള്ളർ പ്രാർത്ഥിച്ചു. ഒരു വിഷയത്തിന് വേണ്ടി 25 വർഷം പ്രാർത്ഥിച്ചു. ഉടനെ പ്രാർത്ഥിച്ചത് എല്ലാ ഉപദേശിമാരും പ്രസംഗിക്കും. മൂടൽ മഞ്ഞ് മാറ്റിയ കാര്യം, ദൈവത്തിന് സ്തോത്രം, നമുക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ ഒരു സഹോദരന്റെ മാനസാന്തരത്തിന് വേണ്ടി 25 വർഷക്കാലം പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഇന്ന് തളർന്നു പോകരുത്. ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ വ്യക്തി ജീവിതം പോലും പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾ തുടർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവം മറുപടി അയക്കും. 7 വർഷമായി 7-8 വർഷമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. 1-2-3 പേരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. മുട്ടുവീൻ, എന്നാൽ അവൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. ചോദിപ്പീൻ, എന്നാൽ അവൻ നിങ്ങൾക്ക് തരും. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. സോ ഗോഡ് പെർസിസ്റ്റന്റ്ലി. പിശാച് നമ്മൾ ചെയ്യുന്ന 2 കാര്യമാണ്. ഒന്നുകിൽ ഓവർ കോൺഫിഡൻസ് തരും, പിന്നെ പ്രാർത്ഥിക്കത്തില്ല. അല്ലെങ്കിൽ മനസ്സിനെ അങ്ങ് തളർത്തും. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിയുടെ പുറത്ത്. ദൈവമക്കളുടെ അനുഭവം ഞാൻ പറഞ്ഞു. ഒന്നിലൊരു ഓവർ കോൺഫിഡൻസ്, അവനെ പ്രാർത്ഥിക്കുക. പിന്നെ അല്ലെങ്കിൽ നടക്കത്തില്ല, നിരാശ, പ്രാർത്ഥിച്ച് മടുത്തു. ഇത് 2ന്റെ അനുഭവത്തിലല്ല. വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കണം. പ്രാർത്ഥിക്കുന്ന വിശ്വാസിയുടെ ശരീരം ക്ഷീണിക്കും. പ്രാർത്ഥിച്ചിട്ടുള്ള ദൈവമക്കൾക്കറിയാം, പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ നിന്റെ ശരീരത്തിന് ക്ഷീണം വരും, ഇല്ലാത്ത തലവേദന വരും, ഇല്ലാത്ത വേദന എല്ലാം വരും. എന്നാൽ പരിശുദ്ധാത്മ ശക്തി ആ വേദനയിൽ നിന്നെ പ്രാർത്ഥിപ്പിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥിച്ച ശരീരം മാത്രമല്ല, മനസ്സ് പഠിപ്പിക്കും. ആത്മാവിലോ മടുക്കും. എന്നാൽ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് വേണ്ടും പോലെ പ്രാർത്ഥിക്കുന്നതിന് ദൈവത്തിന്റെ ശക്തി എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. ഇവിടെ നാം വായിക്കുന്നത്, കുരുടൻ നിലവിളിച്ചു, നസ്രായനായ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ നടന്നവർ, ഞാനത് ഉച്ചയ്ക്ക് വായിച്ച് വളരെ ചിന്തിച്ചു. 18-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം, നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ഉണ്ടോ? ഈ നടക്കുന്നവർ കുറെ ആളുകളുണ്ട്. ഇവരെല്ലായിടത്തും മുമ്പേ നടക്കുന്നവരാ. ഇവരുടെ ജോലിയിൽ ഒന്നെന്നാന്നറിയാമോ? നിലവിളിക്കുന്നവനെ കൊണ്ട് നിലവിളിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഇവൻ കിടന്ന് പാവം നിലവിളിക്കുകയാണ്. അവന്റെ ആവശ്യത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ ഈ മുന്നേ നടക്കുന്നവർ പറഞ്ഞു, മിണ്ടാതെ. ദൈവകൃപ കൊണ്ട് അവൻ നിന്നില്ല. അവൻ വീണ്ടും ഉറക്കെ നിലവിളിച്ചു. പിന്നെ ശാസിച്ച വേറൊരു കൂട്ടരുണ്ട്. നോക്കിയേ, 18-ാമത്തെ അധ്യായത്തിൽ 15, അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെയും അവന്റെ അടുക്കൽ, ശിഷ്യന്മാർ അത് കണ്ട് അവരെ ശാസിച്ചു. ഇവർ 2 പേരുടെയും ജോലി എന്നാണെന്നറിയാമോ? ശാസിക്കുകയാണ്. ദൈവം കൽപ്പിച്ചു കൊടുത്ത അധികാരമല്ല. അല്ലായിരുന്നെങ്കിൽ കർത്താവ് പിന്നാൽ തിരുത്തത്തില്ലായിരുന്നു. കർത്താവ് പിന്നാൽ തിരുത്തി. ഇപ്പോൾ ശാസിക്കുകയാണ്. കൊണ്ടുവരുന്നവരെ തടയുക, നിലവിളിക്കുന്നവനെ തടയുക. എന്നാൽ ദൈവകൃപയുള്ളവൻ വീണ്ടും നിലവിളിച്ചോണം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആരെന്ത് പറഞ്ഞാലും, ആര് നിരുത്സാഹപ്പെടുത്തിയാലും, യു ഗോ ഓൺ ആസ്കിങ്, ഗോഡ് വിൽ ആൻസർ അവർ പ്രേയേഴ്സ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്ന് മാത്രമല്ല, ആസ്ക് സ്പെസിഫിക്കലി. ചോദിക്കുമ്പോൾ ഇങ്ങനെ കാടും പടപ്പൊന്നും തല്ലരുത്. ചോദിക്കേണ്ടത് ചോദിച്ചോണം. കുരുടനോട് ചോദിച്ചു, നിനക്ക് എന്തോ വേണം? എൻ്റെ കർത്താവ്, എനിക്ക് കാഴ്ച. ചിലർ പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ എനിക്ക് വലിയ സങ്കടം തോന്നും. മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തുകയാണ്. വിഷയമൊക്കെ അങ്ങ് അവതരിപ്പിച്ച് എല്ലാം കഴിഞ്ഞേച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആ പറഞ്ഞ വിഷയത്തിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുകയില്ല. വേറെ വല്ല കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രേ വെരി സ്പെസിഫിക്കലി. കർത്താവേ, എൻ്റെ ആവശ്യം ഇന്നതാ. എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രശ്നം നീ മാറ്റി തന്നേ മതിയാകൂ. ദൈവത്തോട് പറയണം. നിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, വേദനകൾ ദൈവത്തിന്റെ സന്നിധിയിൽ അറിയിക്കണം. നിനക്കെതിരെ ഒരു ശത്രു പൊങ്ങിയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, നീ അതിന് എനിക്കൊരു പരിഹാരം തന്നേ മതിയാകൂ. എൻ്റെ വേദനയ്ക്കൊരു നീക്കം തന്നേ മതിയാകൂ. എൻ്റെ ബുദ്ധിമുട്ട് നീ അഴിച്ച് മതിയാകൂ. എൻ്റെ കടഭാരം നീ നീക്കിയേ
അങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാണ്ട് നാണക്കേടൊന്നുമില്ല. കടമുണ്ടെന്ന് പറയണം. ഈ മനുഷ്യനോടെല്ലാം ഇങ്ങനെ പൊതിഞ്ഞ് പറഞ്ഞ് തമ്പുരാൻ്റെ അടുത്ത് വരുമ്പോഴും പൊതിഞ്ഞങ്ങ് പറയും കേട്ടോ. മനുഷ്യൻ്റെ ഇടയിൽ രോഗമുണ്ടെങ്കിൽ പ്രായം ഉണ്ടെന്ന് പറയത്തില്ലല്ലോ. അങ്ങനെയാണല്ലോ. ഇതുകൊണ്ടാണല്ലോ ഇപ്പം ബ്യൂട്ടി പാർലറിന് വലിയ പ്രസിദ്ധി വന്നിരിക്കുന്നതിൻ്റെ കാരണം. ഈ പ്രായം വരുന്തോറും ഇതെങ്ങനെയും ഇതൊന്ന് ഒതുക്കി വെക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഒതുക്കി മാന്യത സൂക്ഷിച്ച് തമ്പുരാൻ്റെ അടുത്ത് വരുമ്പോഴും പ്രാർത്ഥിക്കേണ്ടപ്പോൾ ഉള്ളത് പറയുകയില്ല. ഉള്ളതങ്ങ് പറയണം. കർത്താവെ കുഴഞ്ഞെന്ന് പറയണം, എന്നെക്കൊണ്ട് നടക്കത്തില്ലെന്ന് പറയണം, എൻ്റെ ജീവിതം എൻ്റെ വലഞ്ഞെന്ന് പറയണം, എവിടെ തോറ്റെന്ന് പറയണം, ജീവിതത്തിൻ്റെ പ്രശ്നം അവനോട് പറയണം, ജീവിതത്തിൻ്റെ വേദന ദൈവത്തെ അറിയിക്കണം. മേക്ക് യുവർ വീക്ക്നെസ് മെയ്ഡ് നോൺ അൺടു ഗോഡ്. ദൈവത്തോട് പറഞ്ഞേക്കണം. കർത്താവിനോട് പറഞ്ഞാൽ അവൻ കേട്ടോളൂ. ആസ്ക് സ്പെസിഫിക്കലി എന്ന് മാത്രമല്ല, അവസാനമായി ആസ്ക് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ചോദിക്കണം. ഈ കുരുടനോട് കർത്താവ് പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. വിശ്വാസത്തിൽ ചോദിക്കണം. ചോദിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ഹൃദയത്തിന് പ്രയാസം ഉണ്ടെങ്കിൽ കർത്താവ് വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ വിശ്വാസം വർദ്ധിക്കാൻ പ്രാർത്ഥനാ വിഷയം പറയണം. ചോദിച്ചാൽ തരുന്നൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാനുള്ളൊരു ദൈവകൃപ. വിശ്വാസത്തിൽ ബലഹീനന്മാരോട് കർത്താവ് 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ 3 കാര്യം. ഒന്ന്, ദൈവവചനം കേൾക്കണം കേട്ടോ. എന്നോട് ക്ഷമിക്കണേ. ആധുനിക പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ കുഴപ്പം എല്ലാം ഉണ്ട്. ദൈവവചനമില്ലെങ്കിൽ വിശ്വാസം ഉണ്ടാകത്തില്ല. ഒരു മനുഷ്യനിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരും. സോ യു മസ്റ്റ് ലിസൺ ടു ഗോഡ്സ് വേർഡ്. വിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ, വിശ്വാസം ഇല്ലെന്ന് ബോധ്യമുണ്ടെങ്കിൽ നാളെ മുതൽ തിരുവചനം വായിക്കുന്നത് അല്പം കൂട്ടണം. ദൈവവചനം വായിക്കണം, ദൈവവചനം കേൾക്കണം, ധ്യാനിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്തെങ്കിലും കേൾക്കാനല്ല, ഒരു കാസറ്റ് ഇട്ട് ദൈവവചനം കേൾക്കണം. ദൈവകൃപയുള്ള പാട്ടുകൾ കേൾക്കണം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉള്ളത്തിൽ വിശ്വാസം അങ്കുരിക്കും. 2, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കോണം. വിശ്വാസം വർദ്ധിക്കാനുള്ള 2ാമത്തെ വഴി, അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കണ്ണൊക്കെ അങ്ങ് പറിക്കണം. അവൻ തഴച്ചിരിക്കുന്നു, ഇവനാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ്സിന് ഇറങ്ങിയതാണ്, ഇദ്ദേഹം നല്ല അഭിവൃദ്ധി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കോണം. ലുക്കിംഗ് അൺടു ഗോഡ്, ദൈവത്തെ നോക്കിക്കോണം. പിന്നെ 3ാമത്, കർത്താവേ വിശ്വാസം കുറവാണ്, എനിക്ക് അല്പം വിശ്വാസം തരണമെന്ന് പ്രാർത്ഥിക്കണം. വിശ്വാസം വർദ്ധിക്കും. അങ്ങനെ തരുന്നെങ്കിൽ വിശ്വസിക്കാനുള്ള ദൈവകൃപ തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, വിശ്വസിക്കുന്നവനാൽ സകലവും സാധ്യമാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വിശ്വസ്തനാണ്. അതിന്ന് ഉറച്ചോണ്ട് ഇവിടെ പോകാവൂ. പ്രശ്നങ്ങളുമായിട്ട് വന്നവരുണ്ട്, പ്രതികൂലങ്ങളുമായിട്ട് വന്നവരുണ്ട്, ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളുമായി ഇതിൻ്റെ നടുവിലിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുണ്ട്. നീ ദൈവത്തെ വിശ്വസിച്ചു, ദൈവം നിന്നെ കൈവിടത്തില്ല. ഹല്ലേലൂയ. അവനെ മുറുകെ പിടിച്ചു, അവൻ നിന്നെ കൈവിടത്തില്ല. ട്രസ്റ്റ് ഹിം, ഹി വിൽ ഡു തിങ്സ് ഫോർ യു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്ന് മാത്രമല്ല, 4ാമത്തെ ഹൃദയം, വിനയമുള്ളൊരു ഹൃദയം വേണം. പരീക്ഷനൊന്നും കിട്ടിയില്ല, ഞാൻ അവിടെ വേഗത്തിൽ പറഞ്ഞങ്ങ് പോകാം. പരീക്ഷനൊന്നും കിട്ടിയില്ല. കാരണം എന്നാണെന്നറിയാമോ? അഹന്തയുള്ള ഹൃദയമാണ്. കർത്താവേ, ഞാനത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എനിക്കാണെങ്കിൽ ഒരു കുഴവുമില്ല. അവസാനം പറഞ്ഞു, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ ഞാനല്ലാഹിയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പ്രാർത്ഥിച്ചു, അരമണിക്കൂറോ അതിൽ കൂടുതൽ പ്രാർത്ഥിച്ചു കാണും. ഉറക്കേമാ പ്രാർത്ഥിച്ചത്, വെറുതെ ആയിരുന്നു. വന്നതുപോലെ അവൻ തിരിച്ച് എന്തൊരു കേവനായിട്ടാണ് വന്നതെന്നറിയാമോ? എന്നാൽ കേവനായി ഇറങ്ങിപ്പോയി. പക്ഷെങ്കിൽ ദൈവത്തിൽ നിന്നൊന്നും വേറൊരുവൻ വന്ന് അകത്തുപോലും കയറിയില്ല. മറ്റേ പുള്ളിയാണെ അങ്ങ് മധുവ വരെ പോയി. പിന്നെ അവിടെ ഇതുണ്ടായിരുന്നത് കൊണ്ട് അപ്പുറത്ത് കയറിയില്ലെന്നുള്ളതേ ഉള്ളൂ. അവിടം വരെ ചെന്നേച്ചാ പറഞ്ഞ, കർത്താവെ ഞാൻ അങ്ങനെയുമല്ല ഇങ്ങനെയുമല്ല. പാവിയായ മനുഷ്യൻ പുറത്ത് നിന്ന് അകത്തോട്ട് കയറാനൊരു മടി. നെഞ്ചത്തടിച്ചേച്ച് പറഞ്ഞു, പാവിയായ എന്നോട് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. പ്രാർത്ഥനയ്ക്ക് മറുപടി വേണമെങ്കിൽ ഹൃദയമൊന്ന് തകരണം. ഉള്ളം തകരുമ്പോൾ, കൺകൾ നിറയുമ്പോൾ, കൺമുന്നിൽ നിന്റെ രക്ഷകൻ കാണായി വരും.
ഉള്ളത്തിലുള്ള എൻ്റെ ക്ലേശങ്ങൾ ഒക്കെയും അൻപുള്ള രക്ഷകൻ, എൻ്റെ രക്ഷകൻ തീർത്തു തരും. പ്രൈസ് ദി ലോർഡ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക ദൈവത്തിൻ്റെ മക്കളെ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാലും ഭാരങ്ങളാലും ഇന്നിതിൻ്റെ നടുവിൽ കടന്നു വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അൻപുള്ള രക്ഷകൻ നിനക്ക് തീർത്തു തരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവസാനത്തെ കൂടെ വേഗത്തിൽ പറയട്ടെ. നോട്ട് ഓൺലി എ ഹംബിൾ ഹാർട്ട് ബട്ട് എ റിസീവിങ് ഹാർട്ട്. തരുന്നത് മേടിക്കാനുള്ള ഒരുക്കം കൂടെ വേണം കേട്ടോ. ഇന്ന് രാത്രി ദൈവം ചിലതൊക്കെ തരും. ചോദിച്ചാൽ തരും, യാചിച്ചാൽ മറുപടി ലഭിക്കും. അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ചിലപ്പോഴുണ്ടെന്നല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. There is an answer to prayer, but then you must receive what he gives you. ചിലപ്പോൾ യെസ് എന്ന് പറയും, ചിലപ്പോൾ നോ എന്നും പറയും, ചിലപ്പോൾ പറയും വെയിറ്റ് എന്ന് പറയും. എന്ത് തന്നാലും മേടിച്ചോണം. അതിനൊരുക്കം ഉണ്ടെങ്കിലേ മറുപടി കിട്ടത്തുള്ളൂ. അതിനൊരുക്കം ഉണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം ഇത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുപടി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ചോദിക്കുന്നത് തരുമ്പോൾ, അവൻ ഇച്ഛിക്കുന്നത് തരുമ്പോൾ കൈ നീട്ടി വേണ്ടി. ധനവാനായ മനുഷ്യനോട് പറഞ്ഞു, നിനക്കുള്ളത് വിറ്റേച്ച്, കർത്താവ് ഇതിനല്ല ഞാൻ വന്നത്, ഇത് കണക്കുകൂട്ടിയല്ല ഞാൻ നിന്റെ അടുത്ത് വന്നത്, ഒരു പ്രതീക്ഷയോടെ വന്നു. ഈ പ്രതീക്ഷിച്ചത് തരാമെന്നല്ല പറഞ്ഞത്, ചോദിച്ചതിന് മറുപടി തരാമെന്നാണ് പറഞ്ഞത്. പലപ്പോഴും പ്രാർത്ഥനയെ കുറിച്ചുള്ള കോൺസെപ്റ്റ് തെറ്റാണ്. അപ്പോൾ പറയും ദൈവം നല്ലവനല്ലെന്ന്. അങ്ങനെയല്ല, ദൈവം നല്ലവൻ തന്നെയാണ്. He knows what is good for you. He will give it. അത് തരുമ്പോൾ കൈ നീട്ടി വാങ്ങിച്ചോണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് എന്തവൻ നൽകുന്നോ അവൻ അത് വാങ്ങിക്കും. അദോനിറാം ജഡ്സൺ മിഷണറിയായി പോകാൻ തീരുമാനിച്ചു. ആഗ്രഹം മുഴുവൻ എന്താണെന്നറിയാമോ? യഹൂദന്മാരുടെ പോകണം, പ്രാർത്ഥിക്കുക. ചെറുപ്പകാലം മുതൽ. അദോനിറാം ജഡ്സൺ എന്ന് പറഞ്ഞാൽ സാധാരണ കമ്മിറ്റ്മെൻ്റ് ഒന്നുമല്ല, ആഴത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്, എന്തും സഹിക്കാൻ തയ്യാറുള്ളൊരു മനുഷ്യന്. ആഗ്രഹം എന്നാണെന്നറിയാമോ? കർത്താവേ, എനിക്ക് ജ്യൂസിൻ്റെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ പോയി വേല ചെയ്യണം. പ്രാർത്ഥിച്ച് അവസാനം ബർമ്മയെ വിട്ടു ദൈവം. ചോദിച്ചാൽ അവൻ മറുപടി തരും. യഹൂദന്മാരുടെ ഇടയിൽ പോകാൻ പ്രാർത്ഥിച്ചു, ദൈവം ബർമ്മയെ വിട്ടു. ഇദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം ആരോ എഴുതി. ആ പുസ്തകം ടർക്കി ചെന്നു. ടർക്കിയിലുള്ള യഹൂദന്മാരുടെ കയ്യിൽ എങ്ങനെ ഈ പുസ്തകം കിട്ടി? ഒരു കൂട്ടം യഹൂദന്മാർ, ടർക്കിയുടെ ഒരു നല്ല ഭാഗം യഹൂദന്മാർ കർത്താവിനെ അറിഞ്ഞു. ദൈവം അവനെ അയച്ചു. ദൈവം മറുപടി നൽകുന്നവൻ തന്നെയാണ്. ഡാലസ് തിയോളജിക്കൽ സെമിനാരി 1924 അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. കാരണം ബാങ്ക്രപ്റ്റായി. അവിടെയെല്ലാം കടമെടുത്താ എല്ലാം ചെയ്യുന്നു, പള്ളി പണിയുന്നതും കടമെടുത്താ. അവസാനം കൊടുക്കാൻ വഴിയില്ല. ഇത് പൂട്ടണമെന്ന് വന്നപ്പോൾ ബോർഡ് മെമ്പേഴ്സ് തീരുമാനിച്ചു, പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ മക്കള്, എനിക്ക് തോന്നുന്നു അതാ വഴി കേട്ടു. ദൈവത്തിൻ്റെ മക്കൾക്ക് വഴിയുള്ളതൊന്നാണ്, ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി നീ നിലവിളിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. അവൻ ജീവിക്കുന്നു. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ കാലതാമസം വരുത്തിയാലും അവൻ പ്രതിക്രിയ നടത്തി. പ്രൈസ് ദി ലോർഡ്. ബോവസിനെ കുറിച്ച് രൂത്തിനോട് പറഞ്ഞതുപോലെ അവൻ നിന്റെ കാര്യം തീർക്കുന്നത് വരെ അവൻ അടങ്ങിയിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വാസി, നിന്റെ കാര്യം ശരിയാക്കുന്നത് വരെ നിന്റെ ബോവസ് അടങ്ങിയിരിക്കത്തില്ല. അവൻ വിശ്വസ്തനാണ്.